ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യ. സുന്ദരകാന്ഡത്തിൽ ഹനുമാനെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് വാസ്തവത്തിൽ തൃപ്തി വന്നിട്ടില്ല. ഇനിയിപ്പോൾ യുദ്ധകാന്ഡത്തിലും ഹനുമാൻ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 2 തവണ ഹിമാലയത്തിൽ പോയി ഔഷധമായിട്ട് വന്ന ആളല്ലേ ഹനുമാൻ. 2 തവണയും നിർണായക ഘട്ടങ്ങളിൽ. ഹനുമാൻ വാസ്തവത്തിൽ ഫുൾ വികാസം പ്രാപിക്കുന്ന യുദ്ധകാന്ഡത്തിലാണ്. വാസ്തവത്തിലൊരു ഐഡിയൽ വർക്ക് കൾച്ചറിൻ്റെ ഒരാൾ രൂപമല്ലേ ഹനുമാൻ അല്ലേ? കേരളം വാസ്തവത്തിൽ നമ്മുടെ എംബ്ലമാക്കേണ്ട ഹനുമാനെയാണ്, നമ്മുടെ ആരാധനാമൂർത്തിയാക്കേണ്ട ഹനുമാനെയാണ്. ഇവിടെ ഇല്ലാത്ത വർക്ക് കൾച്ചറാണല്ലോ. ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്, ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ്, ഹ്യൂമിലിറ്റി, നോട്ട് ഇവിടെ an iota of sense of doership or enjoyership. നോക്കൂ, എന്താ പറയുക, നിഷ്കാമ കർമ്മയോഗത്തിൻ്റെ പ്രതീകമല്ലേ. മലയാളിക്ക് പഠിക്കാൻ ധാരാളമുണ്ട് ഹനുമാൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും. ഫുള്ളി ഇൻസ്പയർഡ്. അത് വളരെ കുറവാണ് മലയാളികൾ കാണുക. കാരണം മൈൻഡ് ആൻഡ് ബോഡി ഹുക്ക്ഡ് ഓൺ ടു എ നോബിൾ കോസ് ഗോൾ. അത് കണ്ടില്ലേ നമ്മൾ സുന്ദരകാന്ഡത്തിൽ തന്നെ. ഒരു ടെംപ്റ്റേഷനിലും വീഴാത്ത ഹനുമാൻ നമ്മൾ കണ്ടു. എത്ര അട്രാക്റ്റീവ് ആണെങ്കിലും തന്നെ അതിലൊന്നും വീണു പോകുന്ന ആളല്ല. അതാണ് നൈഷ്ഠ്യ ബ്രഹ്മചാരി ഭാവം തന്നെ കൊടുത്തത്. തടസ്സങ്ങൾ എന്തു തന്നെയായാലും അവയൊക്കെ ചവിട്ടുപടികളാക്കി ഉത്സാഹപൂർവം മുന്നേറുന്ന, കുതിച്ചു നീങ്ങുന്ന ഒരു യോദ്ധാവ്, പടനായകൻ. അതിവിടെ യുദ്ധകാന്ഡത്തിൽ നമുക്ക് കാണാം. ഇതൊക്കെ ചേർന്നതല്ലേ ഹനുമാൻ. നമുക്ക് ഈ ഗുണങ്ങൾ, ഈ കഴിവുകൾ ഇൻവോക്ക് ചെയ്യേണ്ടതാണ്, ആവശ്യമാണ് നമുക്ക്. എല്ലാവർക്കും വേണ്ടതാണ്. വി ആർ ബോൺ ടു സക്സീഡ്. കഴിവുകൾ എങ്ങനെയെങ്കിലും ആകാവുന്നത്ര ആവിഷ്കൃതമാക്കാൻ ആക്കിയാൽ മാത്രമേ നമുക്ക് സംതൃപ്തി കിട്ടൂ. ഉണ്ട് കഴിവ്, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല, മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു ദുരിതമാണല്ലോ ചോക്കൂ. ഫുൾ പൊട്ടൻഷ്യൽ മാനിഫെസ്റ്റ് ചെയ്തെടുത്തോളം കാലം നമുക്ക് സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ഒരിക്കലും കിട്ടില്ല. ബാക്കിയൊക്കെ ഞാൻ നിങ്ങളെ ചിന്തകൾക്ക് വിടുന്നു. നമുക്ക് മലയാളികൾക്കാണ് ഹനുമാനെ ആവശ്യം വാസ്തവത്തിൽ. ഇനി മതം എന്നുള്ള നിലയിലോ രാമായണം എന്നുള്ള നിലയിലല്ല, വാസ്തവത്തിൽ ഈ ഹനുമാൻ്റെ പ്രവൃത്തികൾ എടുത്തു കാണിക്കണം. അത് എത്രമാത്രം ഒരാൾക്ക് കഴിവുകൾ ആവിഷ്കൃതമാക്കാൻ, അഭിവ്യക്തമാക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വെൽവിഷേഴ്സ് എന്ന ഭാവത്തിൽ വരുന്ന നേതാക്കൾ, ബന്ധുക്കൾ, അവരൊക്കെ എന്താ ചോദിക്കണേ? നിങ്ങൾ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി പണിയെടുക്കണത്? കമ്പനിക്ക് വേണ്ടി എന്തിനാ പണിയെടുക്കണത്? ഓർഗനൈസേഷൻസിന് എന്തിനാ പണിയെടുക്കണം? ഓണററി ആയിട്ട് എന്തിനാ പണിയെടുക്കണം? ഇല്ലേ? ഇത് ചോദിച്ച് നമ്മളെ തളർത്തും. നമ്മുടെ സെൽഫ്ലെസ് സർവീസോ അല്ലെങ്കിൽ റിമ്യൂണറേറ്റീവായാലോ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ നമ്മളെ സമ്മതിക്കില്ല, അടുത്ത ആളുകൾ പോലും. തളർത്താൻ എല്ലാവരും ഉണ്ടാവും, വളർത്താൻ ആരും ഉണ്ടാവില്ല. നോക്കിക്കോളൂ. എവിടെയായാലും ഓഫീസിലായാലും നിങ്ങൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തളർത്താൻ ആളുണ്ടാവും. ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്താ കാര്യം, എല്ലാവർക്കും ഏതാണ്ട് ഒരേമാതിരിയല്ലേ ഇൻക്രിമെൻ്റ് എന്നൊക്കെ പറയും. ഇനി ഓർഗനൈസേഷൻസിനാണെങ്കിലോ ആളുകൾ പാരവെക്കും നിങ്ങൾ സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. എൻ്റെ അനുഭവമാണിത് ഞാൻ പറയുന്നത്. ആരെയും കാത്തിരിക്കാനില്ല, സ്വയം പ്രചോദിതനായി അതിൻ്റെ മാസ്മര ശക്തിയോടുകൂടി കുതിച്ച് നീങ്ങൽ തന്നെയാണ് വേണ്ടത്. കാരണം ഇതൊന്നും എപ്പോഴും ചെയ്യാനാവില്ല, ചില സമയത്ത് ചെയ്യാനാവുള്ളൂ, അപ്പോൾ ചെയ്യണം. നമ്മൾ യുദ്ധകാന്ഡത്തിൽ എത്തി നിൽക്കുന്നത് അവിടെ രാവണൻ തിരിച്ചുപോയി, രാമൻ കൊടുത്ത കൺസെഷനുമായിട്ട്. അതാണ് രാവണ തിരോധാനത്തിന് ശേഷം വാനരന്മാർ രാമമാഹാത്മ്യത്തെക്കുറിച്ച് വാഴ്ത്തുമായിരുന്നു. ആ ശത്രുധർമ്മം മറ്റാരെങ്കിലും ആണെങ്കിലും ഇങ്ങനെ വിടുമോ? ആ സമയത്ത് തീർക്കില്ലേ രാവണനെ? പക്ഷെ അതല്ല, ശത്രു എന്നൊരു ഭാവം അല്ലെങ്കിൽ ഒരു വിദ്വേഷം രാമനില്ല. ചെയ്ത തെറ്റ് തിരുത്തണം, ധർമ്മം പുനഃസ്ഥാപിക്കണം എന്നല്ലാതെ അതിലപ്പുറം ഇല്ല. ഹേറ്റ് ദി സിൻ നോട്ട് ദ സിന്നർ. രാവണനോട് വിരോധമില്ല, ആ തെറ്റ് തിരുത്തപ്പെടണം. അത് രാവണൻ ആരായാലും. മാത്രമല്ല തൻ്റെ ഭാര്യ അല്ല വേറൊരു സ്ത്രീയാണെങ്കിലും രാമൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത് തന്നെ ചെയ്യേണ്ടവൻ, സംശയമില്ല.
അവിടെ ഏഹ്, മത്സ്യാവതാരം മുതൽ രാമാവതാരം വരെയുള്ള എല്ലാ കഥകളും ജാമ്പവാൻ ഈ വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു സന്ദർഭമുണ്ട് അവിടെ. പിന്നെ 4-ാം ദിവസം കുംഭകർണ വധമാണ് ഇനി. ആ ആ, അടുത്ത രാത്രിയിൽ ഈ പിന്നെ രാവണന് ഉറക്കം തന്നെ വന്നില്ല. ആ വല്ലാത്ത പല 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 വിചാര തരംഗങ്ങൾ ഇളകി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതമായപ്പോൾ തന്നെ ദശഗ്രീവൻ തൻ്റെ അംഗരക്ഷകരെയും ശേഷിച്ച സേനാപതികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു, കഴിഞ്ഞ 3 ദിവസത്തെ യുദ്ധവും നമുക്ക് പരാജയമായിരുന്നു. ഇപ്പോൾ തുറന്നു പറയാൻ തുടങ്ങി. നമ്മുടെ പ്രധാനപ്പെട്ട ആ, പിന്നെ സജീവ പുങ്കവന്മാരും സേനാപതികളും ഒക്കെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. ആ ഇതിനെന്താ കാരണം എന്നറിയോ? മറ്റൊന്നുമല്ല, ഇതിൻ്റെ കാരണം ബലവാനായൊരു നേതാവിൻ്റെ അഭാവമാണ്. കുംഭകർണൻ ഉണർന്നിരുന്നുവെങ്കിൽ അവൻ മാത്രം മതിയായിരുന്നു. ആ നമ്മളിപ്പോൾ പറയുമ്പോൾ സീക്വൻസ് നിങ്ങൾക്ക് തെറ്റായി തോന്നും. തെറ്റല്ല, സത്യത്തിൽ. ആ അവൻ എന്തൊരു ബലവാനാണ്, എത്ര പരാക്രമിയാണ്. അതുകൊണ്ട് ഉണർത്തണം. ആ അതാണ് ഇപ്പോഴത്തെ നീക്കി. ഓ അത് എത്ര വിസ്തരിച്ചാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത് അറിയോ? ഇത് കിളിപ്പാട്ടിലും പറയുന്നുണ്ട്. ആ ഒടുവിൽ പല ശ്രമവും നടത്തി ഒടുവിൽ ഇതാ മൂരി തുറന്ന് കണ്ണു തുറന്നു, ചുറ്റുപാടും നിന്നിരുന്നവർക്ക് ഓടിയാകുന്നു. കുംഭകർണനെ ഉറക്കത്തുണർത്തുന്നത് വളരെ അപകടമാണ്, അവർക്കറിയാം. ആ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ധാരാളം മദ്യവും അത്ര തന്നെ ആഹാര സാധനങ്ങളുമൊക്കെ അവിടെ നിരത്തി മുമ്പിൽ തന്നെ സംതൃപ്തനാക്കി. അപ്പോൾ ഭൃത്യന്മാർ വന്ന് രാവണനെ അറിയിച്ചു, ഇതാ കുംഭകർണൻ ഉണർന്നിരിക്കുന്നു. അപ്പോൾ തന്നെ കുംഭകർണൻ ഗദയും എടുത്ത് അഗ്രജൻ്റെ മുമ്പിലേക്ക് പോവാണ്. നേരെ യുദ്ധകളത്തിലേക്ക് പോകാൻ പോയതാ. അപ്പോൾ ഇവരെ കൂടി പറഞ്ഞു, അല്ല ചക്രവർത്തി കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് പോകും. അതാണ് ടൈപ്പ്. അപ്പോൾ രാവണൻ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു, അടുത്ത് പിടിച്ചിരുത്തി. അനിയ കുംഭകർണ, ഉറക്കം മൂലം ലങ്കയിൽ നടന്നുവെന്ന് നീ അറിയുന്നില്ല. രാമലക്ഷ്മണന്മാരും വാനരന്മാരും ചേർന്ന് 3 ദിവസമായി ഇവിടെ അതിഘോരമായ സമരം. ഇന്ന് 4-ാം ദിവസമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പലരും സേനാപതിമാർ പോലും മരിച്ചു കഴിഞ്ഞു. പകുതിയോളം നമ്മുടെ സൈന്യങ്ങളും കാലപുരിയിലെത്തി. നീ യുദ്ധത്തിന് പോയാൽ സംശയം വേണ്ട, നിശ്ചയമായും നമുക്ക് വിജയം കിട്ടും. അതാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അതിനുവേണ്ടിയാണ് നിന്നെ ഞാൻ ഉണർത്തിയത്. അപ്പോൾ കുംഭകർണൻ്റെ വർത്തമാനം ഒട്ടും പ്രതീക്ഷിക്കാത്ത വർത്തമാനമാണ്. ജ്യേഷ്ഠ, എന്തിനു വേണ്ടി ജ്യേഷ്ഠന് യുദ്ധം നടത്തുന്നു? ആർക്കു വേണ്ടി? നമ്മുടെ ലങ്കാവാസികൾക്ക് വേണ്ടിയോ? രാക്ഷസവംശത്തിനോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഇതുകൊണ്ടുണ്ടോ? എത്രയോ നിരപരാധികളായ എത്ര രാക്ഷസന്മാരാണ് കൊല്ലപ്പെട്ടത്. ചിന്തിച്ചു നോക്കൂ. എണ്ണമില്ലാത്ത പാപപ്രവൃത്തികൾ മൂലം പല ശാപങ്ങളും ജ്യേഷ്ഠനെ ബാധിച്ചിട്ടുണ്ട്. മറന്നുപോയോ? അതിൻ്റെയൊക്കെ ഫലമല്ലേ ജ്യേഷ്ഠൻ അനുഭവിക്കുന്നത്? ജ്യേഷ്ഠന് പ്രതാപമുണ്ട്, കയ്യൂക്കുണ്ട്, പൗരുഷമുണ്ട്, വരബലമുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. സമ്മതിച്ചു. അത് ജ്യേഷ്ഠനെ അല്ലാതെ മറ്റൊരാളെ ബാധിക്കുമോ? ജ്യേഷ്ഠൻ്റെ സ്വേച്ഛാധികാരവും സ്വാർത്ഥതയും അഹങ്കാരവുമാണ് ലങ്കയുടെ അധപ്പതനത്തിനും വാളനാശത്തിനും ഒക്കെ കാരണം. സംശയമില്ല. നമ്മുടെ അനുജൻ വിഭീഷണൻ ജ്യേഷ്ഠനോട് നന്മയല്ലേ ഉപദേശിച്ചത്? അവനെ ആട്ടി ബഹിഷ്കൃതനാക്കിയില്ലേ? രാജ്യത്തന്നെ ഓടിച്ചില്ലേ? അവൻ വംശദ്രോഹിയാണെന്ന് ജ്യേഷ്ഠൻ്റെ പക്ഷപാതികൾ പറയും. പക്ഷേ വാസ്തവത്തിൽ അവൻ വംശദ്രോഹിയല്ല, മറിച്ച് വംശരക്ഷകനാണ്. അവൻ ശത്രുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മാതാമഹനായ മാല്യവാൻ വന്ന് ഉപദേശിച്ചില്ലേ ജ്യേഷ്ഠനെ? ശുഖസാരന്മാരൊക്കെ ഉപദേശിച്ചില്ലേ? എത്ര പറഞ്ഞു? ഞാനും നേരത്തെ പറഞ്ഞതല്ലേ ജ്യേഷ്ഠനോട്. ജ്യേഷ്ഠനൊന്നും ജപിക്കൊണ്ടില്ല. ഈ മൂഢന്മാരായ മന്ത്രിമാർ, സ്തുതിപാഠകന്മാരായ മക്കളും മന്ത്രിമാരും കൂടി പറഞ്ഞ ദുരുപദേശങ്ങളെ മാത്രമാണ് ജ്യേഷ്ഠൻ വിശ്വസിച്ചത്. അവരൊക്കെ ഇപ്പോൾ ഇവിടെ എല്ലാം പോയില്ലേ? പരിശുദ്ധയായ സീതാദേവിയെ അധർമ്മമായിട്ട് ജ്യേഷ്ഠൻ അപഹരിച്ചതല്ലേ ഇതിനൊക്കെ കാരണം? എത്രായിരം പിന്നെ സതീരത്നങ്ങളുടെ ചരിത്രം ജ്യേഷ്ഠൻ കൊള്ള ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെ തടങ്കൽ പുള്ളികളെ പോലെ കഷ്ടപ്പെടുത്തുന്നില്ലേ? ഇന്ദ്രിയവശകനായ പുരുഷന് ആപത്തൊഴിഞ്ഞ് നേരമുണ്ടാവില്ല. ഏതായാലും ജ്യേഷ്ഠൻ ക്ഷണപ്രഭാചഞ്ചലങ്ങളായ ഈ ഭോഗസുഖങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ലങ്കാവാസികളെയും ലങ്കയെയും നശിപ്പിച്ചു കളയരുത്. എനിക്കറിയാം ജ്യേഷ്ഠന് കോപം വരുന്നുണ്ടെന്ന്, വർദ്ധിക്കുന്നുണ്ടെന്ന്. ജ്യേഷ്ഠൻ്റെ 20 കണ്ണുകളിൽ നിന്നും തീജ്വാല പറക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചന്ദ്രഹാസ പിടിയിൽ ജ്യേഷ്ഠൻ്റെ മുഷ്ടി മുറുകുന്നതും ഞാൻ കാണുന്നുണ്ട്.
വേണ്ട ജ്യേഷ്ഠ, ജ്യേഷ്ഠൻ ഒരിക്കലും കോപിക്കേണ്ട. ഈ അനുജൻ ജ്യേഷ്ഠന് വേണ്ടി യുദ്ധത്തിന് പോകാൻ തയ്യാറാണ്. ആ, എനിക്ക് മരിക്കാൻ ഭയമില്ല. ശത്രുക്കളെ സംഹരിക്കാതെ ഞാൻ തിരിച്ചു മടങ്ങില്ല. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. ഇതാണ് എൻ്റെ മുദ്രാവാക്യം. ജ്യേഷ്ഠനെ ഞാൻ ഗുണദോഷിച്ചു, എങ്കിലും ഒരു അനുജൻ്റെ ധർമ്മം ഞാൻ അനുഷ്ഠിക്കും. ജ്യേഷ്ഠൻ ഭയപ്പെടേണ്ട, വിഷമിക്കണ്ട. ജ്യേഷ്ഠൻ ധൈര്യമായി സമാധാനത്തോടെ ഇരുന്നോളൂ. ഇപ്പോഴും സമയം തെറ്റിയിട്ടില്ല. അക്കാര്യം ഞാൻ വീണ്ടും പറയുന്നു. അത് മറക്കണ്ട. ശ്രീരാമപാദങ്ങളിൽ ചെന്ന് അഭയം പ്രാപിച്ച് സീതാദേവിയെ തിരിച്ചേൽപ്പിച്ചാൽ സംശയമില്ല ആ രാമസ്വാമി മാപ്പ് തരും. ഇവിടെ ജ്യേഷ്ഠൻ്റെ അഭിമാന പ്രശ്നമായതിനാൽ ഞാൻ ഇപ്പോൾ ഒന്നും നിർബന്ധിക്കുന്നില്ല. ഞാനിതാ ഏതായാലും യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ജ്യേഷ്ഠനെ അനുഗ്രഹിച്ച് യാത്രയാക്കണം, അത്രമാത്രം. രാവണൻ സന്തോഷമായി, മാറോടണച്ചു ആശ്ലേഷിച്ചു. നിന്നെ ഞാൻ വിളർച്ചുണച്ച് വിളിച്ചുണർത്തിയത് എന്നെ ഗുണദോഷിക്കാനല്ലായിരുന്നു. ഏതായാലും ഒടുവിൽ നീ എൻ്റെ അഭിലാഷത്തിന് വഴങ്ങിയല്ലോ, യുദ്ധത്തിന് പോകാൻ തയ്യാറായല്ലോ. സന്തോഷം. ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. ശത്രുസംഹാരം വരുത്തി നീ വിജയിച്ചു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. രാവണനെ തൊഴുതു വന്ദിച്ച് കുംഭകർണൻ അവൻ്റെ 1000 ഭാരമുള്ള ഇരുമ്പ് ശൂലം എടുത്ത് രണാങ്കണമായ ഉത്തരഗോപുരദ്വാരത്തിലേക്ക് യാത്രയായി. ഭീകര പർവ്വതാകാരനാണ്. ആരും കണ്ടാൽ കിടുങ്ങിപ്പോവും. ഒരു ഉഗ്രൻ ശൂലവുമേന്തി അലറി മതിച്ചു വരുന്ന കുംഭകർണനെ കണ്ട് മറക്കടന്മാർ ഭയപ്പെട്ട് 4 ഭാഗത്ത് ഓടി. അവരൊരു മനുഷ്യനിൽ എന്തോ ഒരു വലിയ മല തന്നെ വരുന്ന മാതിരി അവർക്ക് തോന്നിയത്. രാമനും ആശ്ചര്യപ്പെടുന്നുണ്ട്. ഇതെന്താ സത്വം എന്നാ ചോദിക്കണേ വിഭീഷണോട്. വിഭീഷണോട് ചോദിച്ചു, ഇതെന്താ, ഏതാ, എങ്ങനെയാണ്, ആരാന്നല്ല ചോദിച്ചത്. വിഭീഷണൻ അപ്പോൾ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ കുംഭകർണനാണ്. 100 രാവണന്മാരുടെ ശക്തിയുണ്ട് ഈ കുംഭകർണന്. പക്ഷേ ബ്രഹ്മദേവ വരം കൊണ്ട് എപ്പോഴും ഉറക്കത്തിലാണ്. തനിയെ ഉണരാതെ ആരെങ്കിലും ആ നിദ്രക്ക് ഭംഗം വരുത്തിയാൽ അന്ന് അദ്ദേഹത്തിൻ്റെ മരണമാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉറങ്ങുന്ന അദ്ദേഹത്തെ ഉണർത്തിയതാണ്. അതുകൊണ്ട് മനസ്സിലായില്ലേ? ആ കയ്യിലിരിക്കുന്ന ശൂലം പരമശിവൻ കൊടുത്തതാണ്. ആ രാമസന്നിധിയിൽ നിന്നും വിഭീഷണൻ മെല്ലെ മുമ്പോട്ട് നടന്നിയെന്ന് കുംഭകർണൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ജ്യേഷ്ഠ, എനിക്ക് മാപ്പ് തരണം. ഞാൻ വർഗവിദ്വേഷിയാണെന്ന് ജ്യേഷ്ഠൻ തെറ്റിദ്ധരിക്കരുത്. ജ്യേഷ്ഠൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ രാക്ഷസരാജൻ്റെ അടുത്ത്, മൂത്ത ജ്യേഷ്ഠൻ്റെ അടുത്ത് സതുപദേശം കൊടുക്കാൻ പോയത്. എന്തായി പ്രതിഫലം? എന്താ കിട്ടിയത്? നിഷ്കരണമായ നിഷ്കാസനമാണ് കിട്ടിയത്. അത് കണ്ടതാണല്ലോ ജ്യേഷ്ഠൻ തന്നെ. ലങ്കയുടെ ഭാവി നന്മയെ കരുതിയാണ് ഞാൻ രാമേന്ദ്രനെ അഭയം പ്രാപിച്ചത്. കുംഭകർണന് കാര്യം അറിയാം. കുംഭകർണനോടെ ശബ്ദം താഴ്ത്തിയിട്ട് പറഞ്ഞു, വിഭീഷണനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ശിരസിൽ തടവിക്കൊണ്ട് പറഞ്ഞു, മറ്റാരും കേൾക്കാത്ത രീതിയിൽ, അനുജ, നീ ഭാഗ്യവാൻ. ഭഗവാന്റെ തൃച്ചേവടികളെ സേവിക്കാനുള്ള ഭാഗ്യം നിനക്ക് നേരത്തെ ലഭിച്ചു. നീ ചിരകാലം ഭക്തനായി ലങ്കാധിപതിയായി വാഴാൻ ഇടവരട്ടെ. എൻ്റെ വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തൻ്റെ അവസ്ഥ പറയുന്നു. നീ ഒരു കാലത്തും കുലവഞ്ചകനല്ല. ഇപ്പം മനസ്സുകൊണ്ട് കുംഭകർണൻ പിന്നെ രാവണൻ്റെ ഭാഗത്തല്ല. പക്ഷേ യുദ്ധം ചെയ്യാൻ തയ്യാറാവുന്നു. കാരണം രാമബാണം കൊണ്ട് മരിക്കുകയാണെങ്കിൽ അതല്ലേ മെച്ചം. മാരീചൻ പറഞ്ഞ മാതിരി തന്നെയാണ്. വിഭീഷണ, നീ ഭാഗവതോന്മാരിൽ വെച്ച് അത്യുത്തമനാണ്. ഭഗവാന്റെ പാദങ്ങളിൽ വെത്ത് അഭയം തേടിയാൽ അതിനപ്പുറം എന്ത് വേണം? ഞാൻ രാവണദാസനായി രാമനിഗ്രഹം ശപഥം ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. യുദ്ധം ചെയ്ത് ഭഗവാന്റെ തൃക്കൈകളെ കൊണ്ട് മരണമടഞ്ഞ് ഞാൻ വിഷ്ണുബോധം പ്രാപിക്കും. ജ്യേഷ്ഠനെ അനുസരിച്ചെന്നുമായി, രണ്ടുമായി. അതുകൊണ്ട് നീ തിരിച്ചു പോകൂ. എന്നെ ഓർത്ത് നീ സങ്കടപ്പെടേണ്ട. ലങ്കയുടെ ഭാവി സംരക്ഷകനായി നിന്നെ ലോകം പുകഴ്ത്തും. വിഭീഷണനെ അനുഗ്രഹിച്ചു കുംഭകർണൻ. വിഭീഷണൻ ഉടനെ രാമൻ്റെ അടുത്തെത്തി. കുംഭകർണനുമായി നടന്ന സംഭാഷണം രാമനെ ധരിപ്പിച്ചു. കുംഭകർണൻ അലറി ശൂലവും വീശിക്കൊണ്ട് മുന്നോട്ടെടുക്കുന്ന രീതി, എത്ര പേജുകളാണ് കുംഭകർണൻ്റെ യുദ്ധം എന്ന വിചാരം. അവൻ്റെ നീണ്ട കൈകളെ കൊണ്ട് ആയിരക്കണക്കിന് വാനരന്മാർ ഒറ്റ വീശിന് ചുറ്റിപ്പിടിച്ച് ഞെരിച്ചു കൊന്നു വലിച്ചു ദൂരം കഴിഞ്ഞു. നടക്കുമ്പോൾ തന്നെ എത്രയോ പേര് ചത്തുപോണു.
ആ വാനരന്മാരൊക്കെ ഭയപ്പെട്ട് വരണ്ട ഓടി പലരും. ഒരു വലിയ പാറയെടുത്ത് സുഗ്രീവൻ പൊക്കി കൊണ്ടുവരികയാണ്. കുംഭകർണന്റെ മാറിടം ലക്ഷ്യമാക്കിക്കൊണ്ട് എറിഞ്ഞു. അത്ഭുതം! അത് ആ കുംഭകർണന്റെ വക്ഷസിൽ ചെന്നുകൊണ്ട് പല കഷ്ണങ്ങളായി പൊടിഞ്ഞല്ലാതെ കുംഭകർണനൊന്നും പറ്റിയില്ല. കുംഭകർണനിപ്പോൾ ക്രുദ്ധനായി തൻ്റെ ശൂലം കൊണ്ട് സുഗ്രീവന്റെ കണ്ഠത്തിൽ ശക്തമായൊരാഘാതം ഏൽപ്പിച്ചു. സുഗ്രീവൻ അവിടെ വിത്രസ്തനായി മോഹിച്ചു വീണു. കുംഭകർണൻ അവനെയും തൂക്കിയെടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടുകയാണ്. ആ ചിത്രമൊന്ന് ആലോചിച്ച് നോക്കൂ. കുംഭകർണന്റെ കയ്യിൽ സുഗ്രീവൻ യുദ്ധം ജയിച്ചു എന്ന മട്ടിലാണ്. എല്ലാവരും രാക്ഷസന്മാരെയൊക്കെ കൊട്ടി ഘോഷിച്ചു. പനിനീർ തെളിച്ചു, കളഭച്ചാർത്ത് പൂശി, ഒന്നും പറയണ്ട. സന്തോഷ വാർത്ത രാവണനെ അറിയിക്കാനായിട്ട് ഓടുകയാണ് ആളുകൾ. കൊട്ടാരത്തിൽ തെന്നയിൽ മരിച്ച തുല്യം കിടക്കുക സുഗ്രീവൻ. അല്പം കഴിഞ്ഞപ്പോൾ ആലസ്യവിമുക്തനായി സുഗ്രീവൻ ചാടി എഴുന്നേറ്റു. ഇത് ഹനുമാൻ പറയുന്നുണ്ട്, അപ്പം തന്നെ അവിടുന്ന് പേടിക്കണ്ട, സുഗ്രീവൻ വരും. അപ്പോഴേക്കും കുംഭകർണനും അവിടെ ഓടിയെത്തി. ഈ യുദ്ധവർണ്ണന പറയണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയധികം പറയാനുണ്ട്. എത്ര പറഞ്ഞാലും തീരില്ല. ഒരു മാസം പറഞ്ഞാൽ തീരാത്ത ആൾ. പിന്നെ ലക്ഷ്മണനാണ് കുംഭകർണനോട് നേരിട്ടത്. ആ ശരങ്ങൾ കൊണ്ടുള്ളൊരു പേമാരി തന്നെയാണ്. കുറെ കഴിഞ്ഞപ്പോൾ കുംഭകർണൻ ലക്ഷ്മണനെ വെടിഞ്ഞ് രാമന്റെ നേർക്കെടുത്തു. രാമൻ മനസ്സിലാക്കി മരിക്കാൻ തന്നെയാണ് തന്നെ സമീപിക്കുന്നത്. കോതണ്ഡം വലിച്ചൊരു ബാണം അവൻ്റെ നേർക്ക് തൊടുത്തു. ആ ബാണം ചീറിപ്പാഞ്ഞ് ആ രാക്ഷസന്റെ ഒരു കൈ ദക്ഷിണകരം അതിലിരുന്ന ആ ദക്ഷാരിയത്തെ ശൂലവുമൊക്കെ ഖണ്ഡിച്ചു ദൂരത്തെറിപ്പിച്ചു. വാമഹസ്തത്തിലൊരു വലിയ വൃക്ഷം പിഴുതെടുത്തുകൊണ്ട് നക്തഞ്ചരൻ ഭഗവാന്റെ മുമ്പിലേക്ക് എറിഞ്ഞു. ഇന്ദ്രാസ്തമയത് ഇന്ദ്രാനുജൻ ഭഗവാൻ ആ കരവും മുറിച്ചു. രണ്ട് വസ്തും രണ്ട് നദികൾ ഒഴുകുന്ന പോലെയാ രക്തപ്രവാഹം. കൂറ്റൻ പർവ്വതം മാതിരി കുംഭകർണനും. കുംഭകർണൻ വീണ്ടും രാമന്റെ നേർക്ക് കുതിച്ച് അട്ടഹാസം. രാമൻ അവന്റെ കാലുകളെയും മുറിച്ചു. എന്നിട്ടും അവൻ അടങ്ങാതെ അലറിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങാം. ഒടുവിലൊരു വൈഷ്ണവാസ്ത്രം കൊണ്ട് അദ്ദേഹം അവന്റെ ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. കുമാരന്റെ ശിരസ് രാവണ സഭാതലത്തിന്റെ പുരോഭാഗത്ത് എന്ന് പറഞ്ഞു. ഉടല് പശ്ചിമാബ്ധിയിലാണ്. തെറിച്ചു. അങ്ങനെ അവന്റെ ആഗ്രഹം സാധിച്ചു. രാമബാണം കൊണ്ട് മരിക്കാൻ. രാമേന്ദ്രന്റെ തൃക്കരത്താൽ വീരകർമ്മം പ്രാപിച്ച് അവൻ നിർവൃതി നേടി. ജ്യേഷ്ഠൻ രാമസഹായകമേറ്റ് ജീവത്യാഗം ചെയ്ത ആ സ്ഥലത്ത് വിഭീഷണൻ ഈ കുമാരൻ വീണ സ്ഥലത്ത് ചെന്ന് കമിഴ്ന്നടിച്ചു വീണ് നമസ്കരിച്ചു, കണ്ണീർ പൊഴിച്ചു, ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വല്ലാത്ത വികാരനിർഭരമായൊരു രംഗമാണത്. വിഭീഷണന്റെ അവിടെ കിടന്നിട്ടുള്ള കരച്ചൽ. കിളിപ്പാട്ടിലെ കുംഭകർണവധം കുറച്ച് വരികൾ വായിക്കണ്ടേ? മൂലം വാൽമീകി രാമായണത്തിൽ ഇത് വായിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒരു കേൾവിക്ക് പിടിയിട്ടില്ല. ഇതാണെങ്കിൽ സിമ്പിളാണ്, കേട്ടാൽ അത്ര പിടിയിട്ടുമല്ലോ. സോദരനേവം പറഞ്ഞത് കേട്ട് അതിക്രോധം മുഴുത്തത് ശാസ്യനും ചൊല്ലിനാൻ, ജ്ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക. നീ എത്രയും ബുദ്ധിമാനെന്നതു ഇന്നറിഞ്ഞേനഹം, വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം. ഇനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിൽ ആശു ചെന്ന ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവ് ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നു തുംഗശൈലരാക ആജാകാരമോടലറിക്കൊണ്ട് അതിദ്രുതം 1000 ഭാരം ഇരുമ്പുകൊണ്ടുള്ള തന്നെ ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പൂക്കൊരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവ് കണ്ട ആകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട്, വൻപുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. അതാ രാമൻ ചോദിച്ചത്, ഏതായി സത്വം?
ഇത്തം രഘുത്തമൻ ചോദിച്ചളവ് അതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആപതിൽ ആർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിതങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാവണനെന്നു ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ. അപ്പോഴാണ് പറയണത്, ധന്യനല്ലോ ഭവാൻ ഇല്ലകില്ലേതുമേ ജീവിച്ചിരിക്ക പലകാലം മൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം. കുമാരനം പറയാണ്, നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയൻ എത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയം ഈ പ്രപഞ്ചമെല്ലാം ഇനിപ്പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നത് കേട്ട് അഭിവാദ്യതം ചെയ്ത് അതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. കുമാരൻ സന്തുഷ്ടനായിട്ടാണ് പറയണത്, പ്രപഞ്ചം മായമയമാണ്, നീ പോയി രാമനെ സേവിച്ചുകൊള്ളുക. വിഭീഷണൻ അപ്പം കുമാരനെ വഴങ്ങി ദുഃഖത്തോടെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ആ കുമാരൻ്റെ വാക്കുകളൊക്കെ ഗംഭീരമാണ്. അനിയ, നീ ധന്യനാണ്, സംശയമൊട്ടുമില്ല. നീ ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുക. ശ്രീരാമന്റെ പാദാംബുജം സേവിച്ചുകൊണ്ട് നമ്മുടെ വംശത്തെ നീ രക്ഷിക്കുക. നീ നിർമ്മലനായ വിഷ്ണുഭക്തനും നാരായണപ്രിയനുമാണെന്നൊക്കെ നാരദ മഹർഷി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നാരദ മഹർഷി പറഞ്ഞതായിട്ട് തന്നെയാണ് രാവണനോടും പറഞ്ഞത്. എന്താ ഇനി ആ യുദ്ധം എങ്ങനെയാ വിവരിക്കാം? രാഘവൻ തന്നോടെടുത്താൻ അത് കൊണ്ടുപോയി ബാണം പൊഴിച്ചൊരു ഗൗതമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ ദക്ഷിണയെ ബാണമെയ്താശു കണ്ടിക്കയാൽ. യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതു. വാമഹസ്തേ മഹാസാരവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാനതു വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറിയെടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം. അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പു കൊണ്ടു തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ. വക്ത്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം. പത്രികൾ വായിൽ നിറച്ചൊരു ഘൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോരസ്ത്രമേത് ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരിദാനം തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞ അബ്ധിയിൽ വീണിതു ദേഹവും അന്നേരം. എന്താ ആ കുംഭകർണനിൽ അലറി വരുന്നത്? രണ്ട് വലിയ കാലുകളും ആ രണ്ട് പാദങ്ങളും രാമൻ മുറിച്ചു കളഞ്ഞു. തുറന്ന് വായും പിളർന്നുകൊണ്ട് കുതിച്ചു വരുന്ന ആ കുംഭകർണന്റെ വായി അമ്പുകൾ ഏത് നിറച്ചിട്ട് ഇന്ദ്രാസ്ത്രം കൊണ്ടവൻ്റെ തലയെറുത്തു. അത് കണ്ട് ദേവേന്ദ്രൻ സന്തോഷിച്ചു. കുംഭകർണന്റെ ശിരസ് നഗരവാതുക്കളിൽ മുറിഞ്ഞ ദേഹം സമുദ്രത്തിൽ ചെന്ന് വീണു. അവിടെ നാരദന്റെ സ്തുതിയാണ് രാമായണത്തിൽ, എല്ലായിടത്തും അത് തന്നെയാണ്. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യയക്ഷ ഭുജംഗ അപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നഗതാപസദേവ സമൂഹവും പുഷ്പോർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിനാർ. ചിൽപുരുഷം പുരുഷോത്തമം അദ്വയം ദേവമുനീശ്വരൻ നാരദനും ദതാ സേവാർത്ഥം അമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനൻ ഉൽപ്പലശ്യാമം ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യ പീയൂഷപൂർണസമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദഭിരാമം ആത്മാരാമം ആമോദമാർന്നു പുകഴ്ത്തു തുടങ്ങിനാൻ. സീതാപതേ രാമരാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണ അഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷാകാരമായി അങ്ങനെ പോകും. ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷപ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ. യാതൊരാത്മാവിനെ കാണുന്നത് എപ്പോഴും ചേതസിത അവസേന്ദ്രന്മാർ നിരാശയാ
തൽസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം ജിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ ത്വൽ പ്രസാദം കൊണ്ട് ഒഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽ ബോധമുണ്ടായി വരികയുമില്ലല്ലോ. അങ്ങനെ പോയി. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലും ആയോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാൻ ഈ ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവീര, ജയിക്ക നീ. നാരദൻ പറയണം. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ച അതിഭക്തനാമാനാകിയ നാരദനും തഥാരാഘവനോട് അനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനന്നേരം. ഞാൻ ഓടിച്ചു വായിക്കുന്ന ശ്വാസം പിടിച്ചെന്ന് വെച്ചാൽ അത്രയും നിങ്ങളുടെ സമയം വിലപ്പെട്ടതല്ലേ.